അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു സംസ്മരണമാണ്. സംസ്മരണം എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. ഇതാരാണ് എഴുതിയിട്ടുള്ളത്? അരുൺ ഗാന്ധി. ആരാണ് അരുൺ ഗാന്ധി? നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ്. മഹാത്മാഗാന്ധിയുടെ മകനായ മണിലാൽ ഗാന്ധിയുടെ മകനാണ് ഡോക്ടർ അരുൺ ഗാന്ധി. അപ്പോൾ അരുൺ ഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പാണ് പിതാ കാ പ്രായശ്ചിത്ത് എന്ന് പറയുന്ന ഈ പാഠം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഉസ് സമയ മേ 16 ബരസ് കാ ഥാ. ആ സമയത്ത് ഞാൻ 16 ബരസ് എന്ന് പറഞ്ഞ വർഷം, എനിക്ക് ആ സമയത്ത് 16 വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ. और अपने മാതാപിതാ കെ സാത്ത്, തൻ്റെ അച്ഛനമ്മമാരോടൊപ്പം ദക്ഷിണാഫ്രിക്കയിൽ ഡർബൻ സെ ഖരീബ് 18 മീൽ ദൂർ, ഡർബൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഖരീബ് ഏകദേശം 18 മീൽ എന്ന് പറഞ്ഞാൽ 18 മൈൽ ദൂരത്തുള്ള ഏക് ആശ്രം മേ രഹ്താ, ഒരു ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അരുൺ ഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ അരുൺ ഗാന്ധി ഓർത്തെടുക്കുകയാണ് എന്ത്? 16 വയസ്സ് പ്രായമുള്ള സമയത്ത് തൻ്റെ അച്ഛനമ്മമാരോടൊപ്പം ദക്ഷിണാഫ്രിക്കയിലുള്ള ഡർബൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 18 മൈൽ ദൂരത്തുള്ള ഒരാശ്രമത്തിലാണ് താമസിച്ചിരുന്നത് എന്നുള്ളത്. ആശ്രം കോ മേരെ ദാദാജി മഹാത്മാഗാന്ധിനെ സ്ഥാപിത് കിയാത. ആശ്രമത്തെ എൻ്റെ മുത്തശ്ശനായ ദാദാജി എന്ന് പറഞ്ഞ മുത്തശ്ശൻ മഹാത്മാഗാന്ധിനെ സ്ഥാപിത് കിയാത. മഹാത്മാഗാന്ധിയാണ് സ്ഥാപിച്ചത്. ആശ്രം ദൂർ ദരാജ് കെ ഇലാഖെ മേതേ. ആശ്രമം എങ്ങനെയായിരുന്നു? ഇലാഖ എന്ന് പറഞ്ഞാൽ പ്രദേശം. ആശ്രമം എവിടെയായിരുന്നു? ദൂർ ദരാജ് കെ ഇലാഖമേ, വളരെ ദൂരത്തുള്ള ഒരു പ്രദേശത്തായിരുന്നു. വഹാം ദൂർ ദൂർ തക്ക്, അവിടെ വളരെ ദൂരം വരെ. ബസ് എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇനഫ് എന്നൊക്കെ പറയില്ലേ, അത്. ഖന്നെ കെ ഗേത്ത് ദേ, ഖന്ന എന്ന് പറഞ്ഞാൽ കരിമ്പ്, ഗേത്ത് വയൽ. അപ്പോൾ അവിടെ ദൂരം എന്താണ്? കരിമ്പിൻ തോട്ടം നോക്കത്താ ദൂരം വ്യാപിച്ച് കിടന്നിരുന്നു എന്നാണ് പറയുന്നത്. കുറേ ഉള്ളോട്ടുള്ള ഏരിയയാണ് അല്ലേ? ഷഹർ സെ ബഹുത് ദൂർ രഹനെ കെ കാരൻ. ഷഹർ എന്ന് പറഞ്ഞാൽ പട്ടണം. പട്ടണത്തിൽ നിന്ന് ബഹുത് ദൂർ രഹനെ കെ കാരൻ, വളരെ ദൂരത്ത് താമസിക്കുന്നത് കാരണം വഹാം ഹമാരെ കൊയ് പഡോസി നെഹി ഥേ, അവിടെ ഞങ്ങൾക്ക് ഒരു അയൽക്കാരും ഉണ്ടായിരുന്നില്ല. പഡോസി എന്ന് പറഞ്ഞാൽ അയൽക്കാർ. ഇസ്ലിയെ, ഇതുകൊണ്ട് മേ ഔർ മേരി ദോ ബഹനെ, ഇതുകൊണ്ട് ഞാനും എൻ്റെ 2 സഹോദരിമാരും, ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരി, സിസ്റ്റർ അല്ലേ, ഹമേഷ എല്ലായ്പ്പോഴും ഷഹർ ജാനേക്ക് ഇന്തസാർ മേ രഹത്തെ ഥേ. ഇന്തസാർ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക. അപ്പോൾ പട്ടണത്തിലേക്ക് പോവാൻ കാത്തിരുന്നിരുന്നു എന്ന് പറഞ്ഞാൽ പട്ടണത്തിലേക്ക് പോകുന്ന ഒരവസരവും ഞങ്ങൾ കളഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. ഹം ഷഹർ ജാനേക്ക് ഹർ മൗക്കെ കി തലാഷ് മേ രഹത്തെ, ഞങ്ങൾ പട്ടണത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഹർ മൗക്കെ, ഓരോ അവസരവും, മൗക്ക അവസരം, തലാഷ് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. അപ്പോൾ പട്ടണത്തിലേക്ക് പോവേണ്ട ഓരോ അവസരവും ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞ് പട്ടണത്തിലേക്ക് പോവാൻ ഞങ്ങൾ താല്പര്യം കാണിക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊന്നും അയൽക്കാരോ ഒന്നുമില്ല. ഒരുപാട് ദൂരത്തുള്ള ഒരു ആശ്രമത്തിലാണ് ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? മുത്തശ്ശനായ ഗാന്ധിജിയാണ് അല്ലേ? അപ്പോൾ ആ ആശ്രമത്തിൻ്റെ അടുത്തൊന്നും അയൽക്കാരൊന്നും ഇല്ലാത്തത് കാരണം എല്ലായ്പ്പോഴും പട്ടണത്തിലേക്ക് പോവാൻ ആഗ്രഹം കാണിക്കുകയാണ് ഇവർ 3 പേരും കൂടി. ജിസ്സേ ഹം അപ്നെ മിത്രോം സേ മിൽ സക്കേം. അപ്പോൾ പട്ടണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ അയൽക്കാരൊന്നുമില്ല, ആരുമില്ല അല്ലേ? അപ്പോൾ പട്ടണത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ കൂട്ടുകാരൊക്കെ കാണാൻ കഴിയുമല്ലോ. അവർ സാത്ത് ഹി വഹാം കെ സിനിമാഘർ മേ ഫിലിമേം ദേഖ് സക്കേം. അതിനോടൊപ്പം തന്നെ വഹാം കെ, അവിടെയുള്ള
സിനിമാഘർ എന്ന് പറഞ്ഞാൽ എന്താണ്? തിയേറ്റർ അല്ലേ? അവിടെ ആ തിയേറ്ററിൽ പോയിട്ട് ഫിലിമേം ദേഖ് സക്കേം, സിനിമയും കാണാമല്ലോ എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ പട്ടണത്തിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്താണ്? അവിടെ ചുറ്റുവട്ടത്തൊന്നും ഒരയൽക്കാരും ഇല്ല. അപ്പോൾ പട്ടണത്തിലേക്ക് പോവേണ്ട എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടെത്തി അവർ പോവാൻ ശ്രമിക്കുമായിരുന്നു അല്ലേ? एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं. ഒരു ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛനെ കാറിൽ പട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഉൻകി വഹാം പൂരേ ദിൻ കി ഏക് മീറ്റിംഗ് ദി. പട്ടണത്തിലെ അച്ഛന് ഒരു ദിവസം മുഴുവനും മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കാറിൽ അച്ഛനെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മകനോട് പറഞ്ഞു. മുझे ऐसे ही मौके की तलाश थी. വരുൺ ഗാന്ധി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അങ്ങനെയുള്ള ഒരു പട്ടണത്തിലേക്ക് പോവേണ്ട അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ? ക്യോങ്കി മേ ഷഹർ ജാ രഹാ താ, മാ നെ മുझे സാമാൻ ലാനെ കി ഏക് ലംബി ലിസ്റ്റ് ഥമാ ദി. എന്നും പട്ടണത്തേക്ക് പോകുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യും? ഒരു നീണ്ട ലിസ്റ്റ് തന്നെ എന്നെ ഥമാധി എന്ന് പറഞ്ഞാൽ, ഥമാന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ലിസ്റ്റ് എഴുതിയിട്ടുണ്ടാവും സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഷഹർമേ മുझे പൂരാ ദിൻ ബിത്താനാ. അപ്പോൾ അച്ഛനെ വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു ദിവസം മുഴുവനും അവിടെ ചെലവഴിക്കേണ്ടതുണ്ട്. ബിത്താന ചെലവഴിക്കുക. इसलिए पिताजी ने मुझसे वहाँ कई बकाए कामों को पूरा करने को कहा. ഇതുകൊണ്ട് അച്ഛൻ, അപ്പോൾ ഞാൻ ഒരു ദിവസം അവിടെ വെറുതെ നിൽക്കുകയാണല്ലോ, അപ്പോൾ അച്ഛന് അവിടെ മിച്ചമുള്ള ബക്കായ എന്ന് പറഞ്ഞാൽ മിച്ചം വന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള ജോലികളൊക്കെ എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ അച്ഛന് മീറ്റിങ്ങിൽ ഒരു ദിവസം മുഴുവൻ പങ്കെടുക്കണം. അപ്പോൾ മകനായ ഞാൻ എന്ത് ചെയ്യാണ്? പിന്നെ അവിടെ അച്ഛന് കാത്തു നിൽക്കണം അല്ലേ? അപ്പോൾ ആ സമയത്ത് അമ്മ നീണ്ട ലിസ്റ്റും തന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ അച്ഛന് അവിടെ ബാക്കിയുള്ള ജോലികളൊക്കെ മോന് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇസ്മേ കാർ കി സർവീസിംഗ് ബി ഷാമിൽ ദി. അപ്പം അച്ഛൻ പറഞ്ഞ ആ ജോലിയിൽ എന്താണ്? കാറ് സർവീസിന് കൊടുക്കാനുള്ള ഇതും കൂടി അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഷാമിൽ ദി എന്ന് പറഞ്ഞാൽ, ഷാമിൽ എന്ന് പറഞ്ഞാൽ അടങ്ങുക എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരുപാട് ജോലി, അച്ഛൻ ചെയ്യേണ്ട ജോലി, ഒരുപാട് ജോലികൾ മകനെ ഏൽപ്പിച്ചിരുന്നു. അതിൽ ഒരു ജോലിയായിരുന്നു കാർ സർവീസിന് കൊടുക്കുക എന്നുള്ളത്. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. ഞാൻ അച്ഛനെ മീറ്റിങ്ങിൻ്റെ സ്ഥലത്ത് ചോടന എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അവിടെ വിട്ടപ്പോൾ ഉന്നെ മുझे 5 बजे वहीं आ जाने को कहा. അപ്പോൾ ഞാൻ അച്ഛനെ മീറ്റിങ്ങിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കി. അപ്പോൾ അച്ഛൻ പറഞ്ഞു 5 മണിയാവുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ വരണം എന്ന് പറഞ്ഞു. बताए गए कामों को फटाफट निपटाने के बाद. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യവും അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെ, ഫട്ടാഫട്ട് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, നിപടാനേക്കെ ബാദ് അത് ഒക്കെ ചെയ്തതിന് ശേഷം മേ ഝഡ് സെ, ഝഡ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, സിനിമാഘർമേ ഗുസ്ന പ്രവേശിക്കുക. അപ്പോൾ തിയേറ്ററിലേക്ക് ഞാൻ പ്രവേശിച്ചു. വഹാ ജോൺ ബെൻ കി ഏക് ദിൽചസ്പ് ഫിലിം ദേഖ്തേ ദേഖ്തേ, അവിടെ ജോൺ ബെൻ്റെ വളരെ ഹൃദയസ്പർശിയായ ഒരു സിനിമയായിരുന്നു. അപ്പോൾ അത് കണ്ട് മുझे समय का बिल्कुल ध्यान नहीं रहा. എനിക്ക് സമയം പോയത് തികച്ചും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ 5 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. സിനിമ കണ്ട് സമയത്തെക്കുറിച്ചൊരു ബോധമൊന്നും എനിക്കുണ്ടായില്ല. അവർ ജബ് ധ്യാനായ, എപ്പോഴാണോ എനിക്ക് ശ്രദ്ധ വന്നതെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഓർമ്മ വന്നത് ആ സമയത്ത്, തബ് തക്ക് അപ്പോഴേക്കും, തബ് അപ്പോൾ, തക്ക് വരെ, അപ്പോൾ അപ്പോഴേക്കും ഷാം കെ വൈകുന്നേരം 5:30 ബജ് ചുക്കിയതേ, 5:30 മണിയായിട്ടുണ്ടായിരുന്നു. 5:30 എന്ന് പറഞ്ഞാൽ 5:30 മണിയായിട്ടുണ്ടായിരുന്നു. മേ ഝട്പട്, ഞാൻ വേഗത്തിൽ ഘരേജ് പഹുഞ്ച,
കാറ് സർവീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വർക്ക്ഷോപ്പിൽ വന്ന് ഞാൻ എത്തിയപ്പോഴേക്കും 5:30 മണിയായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ സമയം പോയല്ലോ. 5 മണിക്ക് അച്ഛൻ വരാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. വഹാം സേ കാർ ലേക്കർ ജബ് മേ പിതാജി കെ പാസ് പഹുഞ്ച, അവിടുന്ന് കാർ എടുത്തിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നപ്പോഴേക്കും ഷാം കെ 6 ബജ് ചുക്കേതേ, വൈകുന്നേരം 6 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ വൈകി, അച്ഛൻ പറഞ്ഞ സമയത്ത് നിന്ന് 1 മണിക്കൂർ വൈകിയിട്ടുണ്ട് അല്ലേ. പിതാജി ബേസബ്രി സേ മേര ഇന്തിസാർ കർ രഹേ ഥേ, അച്ഛനാണെങ്കിൽ വളരെ അക്ഷമയോടെ വൈകിക്കഴിഞ്ഞാൽ എന്താണ് പറ്റിയതെന്ന് അറിയാത്തൊരു എന്താ പറയുക, ഒരു വേവലാതി ഉണ്ടാവുമല്ലോ. അപ്പോൾ വളരെ അക്ഷമയോട് കൂടി എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇന്തിസാർ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുകയായിരുന്നു അല്ലേ. ഉനോനെ ഉത്സുകതാപൂർവ്വം പൂച്ച, അദ്ദേഹം എന്നെ കണ്ടപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി ചോദിച്ചു, തും ലേറ്റ് ക്യോം ഹുയി, നീ എന്താണ് ഇത്രയും വൈകിയത് എന്ന് ചോദിച്ചു. ഉനെ യേ ബതാത്തെ ഹുയെ മുझे बहुत शर्म आई कि मैं ജോൺബെൻ की एक പശ്ചിം ഫിലിം ദേഖ് രഹാ था. അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ സത്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക, ഞാൻ ജോൺബെൻ്റെ ഒരു വെസ്റ്റേൺ സിനിമ കാണുമായിരുന്നു എന്നുള്ളത് അല്ലേ. പക്ഷെ അത് പറയാൻ എനിക്കൊരു നാണക്കേട് തോന്നിയത് കൊണ്ട് ഞാനത് പറഞ്ഞില്ല. ഉനെ യേ ബതാത്തെ ഹുയെ, എനിക്കിത് പറയാൻ മുझे बहुत शर्म आई, എനിക്ക് വളരെ ലജ്ജ വന്നു. എന്താണ്, മേ ജോൺബെൻ की एक പശ്ചിമി ഫിലിം ദേഖ് രഹാ था, ഞാൻ ജോൺബെൻ്റെ ഒരു വെസ്റ്റേൺ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്ലിയെ മേനെ കഹ് ദിയാക്കി, അതുകൊണ്ട് എനിക്കത് പറയാൻ നാണക്കേടുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കാർ തയ്യാർ നഹി തി, സർവീസിന് കൊടുത്ത കാറ് പറഞ്ഞ സമയത്ത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇസ്ലിയെ മുझे വഹാം ദേർ ഹോ ഗയി, അതുകൊണ്ടാണ് എനിക്ക് വൈകിയത് എന്ന് പറഞ്ഞു. मुझे इस बात का कोई अंदाज़ा नहीं था कि पिताजी पहले ही गैरेज को फ़ोन कर चुके थे और असलियत से वाकिफ़ थे. അപ്പം എന്താ പറയുന്നത്, എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. പിതാജി പെഹലേഹി, അച്ഛന് മുൻപേ തന്നെ ഗാരേജിലേക്ക് ഫോൺ ചെയ്ത് സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത്. അസ്ലിയത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥം, വാക്കിഫ് എന്ന് പറഞ്ഞാൽ അറിവുള്ള, അന്താസ ഊഹം. വേ മേരെ ഝൂട്ട് കോ ജാൻ ചുക്കേതേ, അപ്പോൾ ഞാൻ കള്ളം പറഞ്ഞപ്പോൾ അച്ഛനത് പെട്ടെന്ന് മനസ്സിലാക്കി. ഝൂട്ട് നുണ, അപ്പോൾ ജാൻ ചുക്കേതേ മനസ്സിലാക്കിയിരുന്നു. ജിസ് തരസേ, എന്നിട്ട് അദ്ദേഹം പറയുകയാണേ, മനസ്സിലാക്കിയത് കൊണ്ട് അച്ഛൻ പറഞ്ഞു പോലെ പറഞ്ഞു, ജിസ് തരസേ മേനെ തുമേ ബഡാ കിയാ ഹേ, എപ്രകാരമാണോ ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയത്, ഉസ്മേ മുജ്സേ കൊയ് ഭാരി ചുക്ക് ഹുയി ഹേ, എന്ന് പറഞ്ഞാൽ അതിൽ എനിക്ക് എന്തോ എറർ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ പിശക് വന്നിട്ടുണ്ട്, തെറ്റ് വന്നിട്ടുണ്ട് എന്ന് അച്ഛൻ പറയാണ്. മേനെ തുമേ സച്ച് ബോൽനെ കാ ആത്മവിശ്വാസ് നഹി ദിയാ ഹേ, ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയപ്പോൾ എനിക്ക് ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്, കാരണം നിനക്ക് സത്യം പറയാനുള്ള ആത്മവിശ്വാസം വന്നിട്ടില്ല എന്നാണ് പറയുക. ആത്മവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു. ആത്മവിശ്വാസം തരാൻ അച്ഛനായ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് അച്ഛൻ പറയുകയാണ് ചെയ്യുന്നത്. അബ് മേ घर तक की 18 मील की दूरी पैदल चलकर ही तय करूँगा. തൈ കർണ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. അപ്പോൾ അച്ഛൻ പറയുകയാണ്, അപ്പോൾ സത്യം പറയാനുള്ള ആത്മവിശ്വാസം ഞാൻ നിനക്ക് നൽകിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 18 മൈലാണ് അല്ലേ, ആ 18 മൈൽ ദൂരം ഞാൻ കാറിൽ കയറാതെ പൈതൽ ചൽക്കർ, കാൽനടയായിട്ട് നടക്കാൻ തീരുമാനിക്കുകയാണ് എന്ന് പറയണം. യേ കഹത്തെ ഹുയെ, ഇത് പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യുക, സൂട്ട് ബൂട്ട് പെഹനെ, ആ സൂട്ടും കോട്ടൊക്കെ ധരിച്ച് മീറ്റിങ്ങിന് വന്നതാണ് അച്ഛൻ അല്ലേ. അച്ഛൻ എന്ത് ചെയ്യോ, ചല്ലാ ശുരു കിയ, നടക്കാൻ ആരംഭിച്ചു. അന്തേരാ ഹോ ചുക്കാത, ഇരുട്ടാകെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അവർ ജ്യാദത്തർ രാസ്ത കച്ചാത, വഴിയാണെങ്കിലോ നല്ല സുഗമമായ വഴിയൊന്നുമല്ല, വളരെ വഴിയൊക്കെ എന്താണ്, ജ്യാദത്തർ രാസ്ത എന്ന് പറഞ്ഞാൽ വഴി, ഒട്ടുമിക്ക എല്ലാ വഴി മൊത്തം എങ്ങനെയാണ്, വളരെ പരുക്കനായിട്ടാണ് എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞതാണ്. സടക്ക് സുൻസാൻ ദി,
സുൻസാൻ എന്ന് പറഞ്ഞാൽ ആളില്ലാത്ത സടക്ക് റോഡ് വളരെ ശൂന്യമായിരുന്നു, ആളൊഴിഞ്ഞ സ്ഥലമായിരുന്നു. और वहाँ कोई रोशनी भी नहीं थी. ഒരു വെളിച്ചവും ഉണ്ടായിരുന്നില്ല ആ റോട്ടിൽ. ആ റോഡിൽ കൂടെയാണ് അച്ഛൻ നടക്കുന്നത്. മേ പിതാജിക്കോ അഖേല നെഹി ചോട് സക്താ ഥാ. ഞാൻ അച്ഛനെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. इसलिए 5.5 घंटे तक मैं उनके पीछे पीछे धीमी गति से कार चलाता रहा. അതുകൊണ്ട് 5.5 മണിക്കൂർ വരെ മേ ഉൻകെ പീച്ചെ പീച്ചെ ഞാൻ അച്ഛൻ്റെ പിന്നാലെ ധീമി ഗതിസെ വളരെ സ്പീഡ് കുറച്ച് കാർ ചലാത്ത രഹ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. और मेरे झूठ पर എൻ്റെ നുണയിൽ പിതാജി കോ പ്രായശ്ചിത്ത് കർത്തെ ഹുയെ ദേഖ്ത രഹ അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ഉസ് ദിൻ മേനെ ജീവൻ കാ ഏക് അഹം നിർണയ ലിയ. അതെനിക്ക് വളരെയധികം വിഷമമായി. അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിനാണല്ലോ അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് എന്ന ആ ഒരു വേദനയിൽ ഞാൻ ആ ദിവസം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നിർണായകമായ തീരുമാനം എടുക്കണം. അഹം നിർണയിലിയ മേ കബി ബി ഝൂട്ട് നെഹി ബോലൂക. ഞാൻ ഒരിക്കലും ഇനി നുണ പറയില്ല എന്നൊരു തീരുമാനം എടുക്കുകയാണ് ഞാൻ ചെയ്തത്. मैं अक्सर इस घटना के बारे में सोचता हूँ. ഞാൻ മിക്കപ്പോഴും ഈ സംഭവത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്. अगर पिताजी ने मुझे अन्य पालकों की तरह सज़ा दी होती तो. ഒരു പക്ഷേ അച്ഛൻ മറ്റുള്ള രക്ഷിതാക്കളെ പോലെ, പാലക് എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ, സസാ ദി ഹോത്തി തോ ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ ക്യാ മേനെ കോയി സബക് സീഖാ ഹോത്ത. ഞാൻ എന്തെങ്കിലും ഇതിൽ നിന്ന്, സബക് എന്ന് പറഞ്ഞാൽ ഗുണപാഠം, ആ ശിക്ഷയിൽ നിന്ന് ഗുണപാഠം എന്തെങ്കിലും പഠിക്കുമായിരുന്നോ. സീഖ്ന പഠിക്കുക, ഷായത് നെഹി ഒരു പക്ഷേ ഉണ്ടായിരിക്കില്ല. സസാ രഹ്നെ കെ ബാദ് ആ ശിക്ഷിക്കൽ കഴിഞ്ഞതിന് ശേഷം കൂടി മേ ഷായത് ജൂട്ട് ബോൽനെ കി അപ്നി ആദത്ത് നെഹി ബദൽത്തി ഹോത്തി. ഒരു പക്ഷേ ആ നുണ പറയുക എന്നുള്ള എൻ്റെ ആ ആദത്ത് സ്വഭാവം നെഹി ബദൽത്തി ഹോത്തി, ബദൽന മാറ്റുക, നെഹി ബദൽന മാറ്റുന്നില്ല. അപ്പോൾ മറ്റുള്ള രക്ഷകരെ പോലെ എന്തെങ്കിലും ശിക്ഷ നൽകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നുണ പറയുക എന്നുള്ള സ്വഭാവത്തിൽ ഒരിക്കൽ പോലും വ്യത്യാസം വന്നിട്ടുണ്ടാവില്ല. പരന്തു ഇസ് അഹിംസക് ഘടന കാ മേര ഊപ്പർ ബഹുത് ഗഹര അസർ ഹുവ. എന്താണ് ഈ അഹിംസാത്മകമായ ഈ സംഭവം മേര ഊപ്പർ എൻ്റെ ഉള്ളിൽ, എൻ്റെ മുകളിൽ, ബഹുത് ഗഹര വളരെ ആഴത്തിലുള്ള അസർ ഹുവ സ്വാധീനം ചെലുത്തിയിരുന്നു. അപ്പോൾ അച്ഛൻ താൻ നുണ പറഞ്ഞതിന് പ്രായശ്ചിത്തം ചെയ്യുന്നത് അച്ഛനാണല്ലേ. അത് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അപ്പം അന്ന് ഞാൻ നിർണായകമായൊരു തീരുമാനം എടുക്കുകയാണ്, ഒരിക്കലും ഞാൻ കള്ളം പറയില്ല എന്നുള്ളത്. മുझे लगता है എനിക്ക് തോന്നുന്നു, ജൈസെ യേ ഘടന കൽ ഹി ഘടി ഹോ. എനിക്കിപ്പോഴും തോന്നും ഇന്നലെ നടന്ന സംഭവമാണ് ഇത് എന്നും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അഹിംസ കി യഹി ശക്തി ഹേ. ഇതാണ് അഹിംസയുടെ ശക്തി.